السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കുടുംബജീവിതം എന്ന ഈ പരമ്പരയിൽ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ടോപ്പിക്ക് ഡിവോഴ്സിന് ശേഷം സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഡിവോഴ്സിന് ശേഷം സംഭവിക്കുന്നത് എന്ന ടോപ്പിക്ക് ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരോ ആണ് പ്രധാനമായിട്ടും കേൾക്കേണ്ടത്. പ്രധാനമായിട്ടും അവരുദ്ദേശിച്ച കാരണം അവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കില്ല. ഇപ്പോഴുള്ള ഒരു ഇമോഷണലി ഒരു വൈകാരികമായ ഒരവസ്ഥയിൽ നമ്മൾ ചാടിക്കയറി കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം നടക്കുന്നതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഡിവോഴ്സിന് നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം. ഒന്ന് ലീഗൽ ഡിവോഴ്സ്. ലീഗൽ ഡിവോഴ്സിനെയും നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം, സബ് കാറ്റഗറിയാണ്. ലീഗൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എഗ്രിമെൻറ്റോടുകൂടെ നമ്മളൊരു വക്കീലിൻ്റെ മുമ്പിൽ ചെന്ന് രണ്ട് കൂട്ടരും ഇരുന്ന് എഴുതിയൊരു കരാറുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന മ്യൂച്വൽ ഡിവോഴ്സ് ഒരു നോട്ടറി അഡ്വക്കേറ്റിൻ്റെ മുമ്പിലായിരിക്കും സാധാരണ അത് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാൽ നേരെ കേസ് ഫയൽ ചെയ്ത് മല പോലുള്ള കേസുകൾ ഭാര്യ ഭർത്താവിനെതിരെ കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യക്കെതിരെ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഒരു വർഷങ്ങളുടെ പര്യവസാനം, വർഷങ്ങൾ എടുത്തിട്ടുള്ള അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ തന്നെ പറയാം. കാരണം അത്രയും പറയാനുണ്ട് അതെന്താ സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു ക്ലൈമാക്സ് പിന്നെ ഡിവോഴ്സ് തന്നെയാണ്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാവുക. കോടതിക്ക് പുറത്ത് വെച്ചിട്ട് നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോടതിയെ അറിയിക്കുക ചെയ്യും. നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അല്ല, കോടതി ഒരിക്കലും ഡിവോഴ്സ് ഒന്നും പറയില്ല, കൗൺസിലിങ്ങിന് വിടുക ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഡിവോഴ്സ് ഇതൊക്കെ ഒന്നെങ്കിൽ അങ്ങനെ. ഇനി അതൊന്നുമില്ല, മധ്യസ്ഥന്മാർ മാത്രം ഇരുന്ന് അപ്പോഴും ഇത് അഗ്രിമെൻ്റ് ചെയ്യലാണ് ഇന്നത്തെ നാട്ടു നടപ്പ്. വേറെ അങ്ങോട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഡിവോഴ്സ് സംഭവിക്കും. അതിൽ മക്കളില്ലെങ്കിൽ രക്ഷപ്പെട്ടു. മക്കളില്ലെങ്കിൽ രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം മക്കൾ ബലിയാടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഡിവോഴ്സിന് ശേഷം സംഭവിക്കുന്നത് എന്ന ഈ ടോപ്പിക്ക് നിങ്ങൾ കേൾക്കാനിരിക്കുമ്പോൾ മക്കളുള്ള ആളുകളാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വളരെ വിനയാന്വിതമായിട്ട് വളരെ താഴ്മയോടുകൂടെ പറയാം, ദയവ് ചെയ്ത് ഡിവോഴ്സിന് നിൽക്കരുത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ തിരിച്ചിനോടൊരു ചോദ്യങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇൻഷാ അല്ലാ അത് നമുക്ക് വൈകാതെ പറഞ്ഞുതരാം. ഈ നമ്മുടെ ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആഫ്റ്റർ ഡിവോഴ്സിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ ഒരവസ്ഥ വെച്ചിട്ട് ആ ഡിവോഴ്സിൻ്റെ അന്നത്തെ ദിവസം, അന്നത്തെ രാത്രി രണ്ടു പേരുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിലെ വല്ലാത്ത ഒരു സംഘർഷത്തിൻ്റെ, എന്നാലാവട്ടെ ഇതിന് നമ്മൾ പറയുക വിവാഹമോചനം എന്നാണ്. നമ്മൾ സാധാരണ ഈ മോചനം എന്നുള്ള വാക്ക് ജയിൽ മോചനം എന്നുള്ള നമ്മൾ ഉപയോഗിക്കലുണ്ട്. ജയിൽ മോചിതനായി, ജയിലിൽ നിന്ന് മോചിതനായി എന്ന് വെച്ചാൽ ആ രീതിയിലും അതിനെ കാണാം. അതായത് ഒരിക്കലും ഒത്തുപോകാത്തൊരവസ്ഥ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ ആരെങ്കിലും ഒരാൾക്ക് തോന്നുമ്പോൾ ഡിവോഴ്സ് ഉണ്ടാവട്ടെ, രണ്ടുപേർക്കും കൂടെ തോന്നില്ല. ഒരാളാണ് ഇതിന്ന് പിന്മാറുക, ഒരാളാണ് ഡിസൈഡ് ചെയ്യുക. റൈറ്റ്? നിങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ മിക്കവാറും ഒന്നെങ്കിൽ ആണ് തീരുമാനം എടുക്കും, എനിക്ക് അവളെ വേണ്ട, അല്ലെങ്കിൽ പെണ്ണ് തീരുമാനം എടുക്കും, എനിക്ക് ഇയാൾ ശരിയാവൂല, വിട്ടേക്കാം, ഇനി എന്തായാലും കുഴപ്പമില്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതൊക്കെയാണ് നോർമലി വരുന്ന കമൻസ്. അങ്ങനെ അവസാനം ഇത് ഡിവോഴ്സിലേക്ക് എത്തുന്നു. അങ്ങനെ ഡിവോഴ്സ് നടന്ന് അന്നത്തെ രാത്രി സമാധാനം എന്തായാലും രണ്ടു കൂട്ടർക്കും ഉണ്ടാവില്ല. കാരണം ഒരുപാട് ആശങ്കകൾ, ഭാവിയെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് അന്നത്തെ രാത്രി കഴിയുക. അന്നത്തെ ദിവസവും പകലും രണ്ടു കൂട്ടരും പിരിയും. രണ്ടു കൂട്ടരുടെയും വീട്ടിൽ അടുത്ത രക്തബന്ധുക്കൾ, കൂടപ്പിറപ്പുകളൊക്കെ അടുത്തിരുന്ന് വന്ന് പറയും, സാരല്ല, ഒക്കെ ശരിയാവും, ഒക്കെ നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കും. പിന്നെ അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ, ഇന്നലെ വരെ നമ്മൾ ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യ ഉണ്ട് എന്നുള്ളൊരു ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ ലാബിലുണ്ടായിരുന്നു.
ഈ ഡിവോഴ്സോടുകൂടി ആ ലേബൽ നഷ്ടപ്പെടുന്നു. ഭാര്യയ്ക്ക് ഭർത്താവും അങ്ങനെ തന്നെ. ഇനി വേറൊരു വശം പറയുകയാണെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ ജനിച്ചത് മുതൽ ആദ്യത്തെ ഒരു ചെറുപ്പകാലത്ത് കുറച്ച് ഒരു 5 വയസ്സ് വരെ 6 വയസ്സ് വരെയൊക്കെ ഉമ്മാൻ്റെ കൂടെ കിടന്നാണ് ഉമ്മാൻ്റെ കൂടെ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉപ്പാൻ്റെ കൂടെ. പിന്നെ അതിന്ന് മാറി നമ്മൾ ഒരു ബെഡിലേക്ക്, നമ്മൾ മാറ്റിക്കിടത്തൽ എന്ന് പറഞ്ഞ പരിപാടി, നമ്മൾ ഒരു സിംഗിൾ ബെഡിലേക്ക് മാറി ആദ്യത്തെ ഒരു 5 വർഷത്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒറ്റക്കാണ്. അപ്പോൾ ഒറ്റയായി പോയ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുകയാണ്. ഒറ്റക്ക് വന്നവനാണ് നമ്മൾ, ഉമ്മാൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് ഒറ്റക്ക് വന്ന ആൾ. പിന്നെ നമ്മൾ ഒരാളുടെ കൂടെ കിടക്കുന്നത്, ഒരാളിനെ സംബന്ധിച്ച് 10-25 വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ആളുടെ കൂടെ കിടക്കുന്നത്. സിംഗിൾ ബെഡ് മാറി ഡബിൾ ബെഡിൽ കിടക്കുന്നത്, ഒരാണ് കിടക്കുന്നത് വിവാഹത്തോടു കൂടിയാണ്. അപ്പോൾ ഇനി ആ കടത്തം മരിക്കണവരെ പിന്നെ മയ്യത്ത് ഖബറിലേക്ക് എടുക്കുന്ന സന്ദർഭം വരെ ഇവൻ ഈ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരുമിച്ചാണ് കിടക്കേണ്ടത്. കിടക്കേണ്ട ഒരു പ്രയോഗമാണ്, എന്നും ഒരുമിച്ച് കിടക്കണം എന്നല്ല. ചില സന്ദർഭത്തിൽ പോകേണ്ടി വരും, ഗൾഫ് പോകേണ്ടവർ ഗൾഫ് പോകേണ്ടി വരും, ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകേണ്ടി വരും. അതല്ല പറയുന്നത്, ആ ഐഡിയോളജി പറയാം. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് ഇയാൾ വീണ്ടും മാറുകയാണ്. അപ്പോൾ മരിക്കുന്നവരെ ഒരുമിച്ച് കിടക്കാം, ഒരിക്കലും പിരിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഈ വിവാഹ ഫസ്റ്റ് നൈറ്റിലൊക്കെ കൊടുക്കുന്ന കുറേ വാഗ്ദാനങ്ങളുണ്ട്. നമ്മൾ ഇനി പിരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നാവുന്ന ഒരു സന്ദർഭമുണ്ട്. അതൊക്കെ ആ വാഗ്ദാനങ്ങളൊക്കെ തെറ്റിച്ച് പിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒറ്റക്കായി വീണ്ടും. കാരണം ഈ ആണും പെണ്ണും പിന്നെ ഒറ്റക്കായി കിടക്കണേ, ശ്രദ്ധിക്കണത്. അതിൻ്റെ ആ രാത്രി അയാളുടെ ബെഡ്റൂം ഒന്ന്, അല്ലെ അവൻ്റെ ബെഡ്റൂം ഒന്ന് നമ്മൾ മനസ്സിൽ കാണും. അവനത് നഷ്ടമായി. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പെണ്ണ് അവനിൽ നിന്ന് അകന്നു കഴിഞ്ഞു, അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. പക്ഷെ പെണ്ണിനൊരു പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ മക്കൾ കൂടെ ഉണ്ടാവും. മക്കളെ കെട്ടിപ്പിടിച്ചായിരിക്കും ഫസ്റ്റ് നൈറ്റ് മിക്കവാറും. ഫസ്റ്റ് നൈറ്റ് തന്നെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് ആണിന് ഏകാന്തമായിരിക്കും. കാരണം ആണിൻ്റെ ജീവിതത്തിൽ ആ മക്കൾ പോലും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ചെറിയ പ്രായത്തിലുള്ള മക്കൾ, വലിയ പ്രായത്തിലെത്തിയതൊന്നും ഡിവോഴ്സിലേക്ക് ആരും പോകാറില്ല നോർമലി. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നത് ആ മെച്യൂരിറ്റി ലെവൽ അത്രയും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ മിക്ക ശതമാനം നമ്മളതിൻ്റെ പ്രശ്നങ്ങളിൽ പോകുമ്പോൾ ആ കാര്യം പറയാം, എന്നാലും ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അധികവും ചെറുപ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. ഒരു 18 വയസ്സിലോ 19 ഒക്കെ കല്യാണം കഴിഞ്ഞ് 20-ലും 21-ലും ആ പ്രായത്തിലൊക്കെ ഉള്ളവരാണ് മിക്കവും നല്ലൊരു ശതമാനം ഡിവോഴ്സിൽ പോകും. കാരണം അവരൊക്കെ എന്താ പറയുക, മെച്യൂരിറ്റി ലെവലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്വത. കാരണം ഇതൊന്നും മിക്ക പള്ളി കമ്മിറ്റിക്കാരും അവരുടെ ഒന്നും മൈൻഡിലേക്ക് വരില്ല. ഇവർ ഇത്ര പ്രായമുള്ളൂ, 2 കൊല്ലം കഴിഞ്ഞാൽ ശരിയായിക്കോളും, 4-5 വർഷം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന കാര്യം പോലും തിങ്ക് ചെയ്യില്ല. അപ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങ് പർവ്വതീകരിച്ച് അങ്ങ് ഡിവോഴ്സ് ചെയ്യുക. അപ്പോൾ ഇത് വലിയൊരു നല്ലൊരു ശതമാനം ഡിവോഴ്സ് നടക്കുന്ന ഇവരുടെ പ്രായം എന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിലാണ്. ആദ്യ 5 വർഷം അല്ലെ 10 വർഷം, ഞാൻ ആദ്യ വർഷം എന്നാണ് പറയാം. മക്കളുണ്ടായി ഇങ്ങനെ വരുന്ന ഒരു സമയം, 1 കുട്ടിയായി 2 കുട്ടിയായി 3 കുട്ടിയായി, ആ സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. പിന്നെ കുറേ 10 വർഷം 15 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അത്രക്കും കള്ള് മദ്യപിച്ചിലൊക്കെ കേട്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള വളരെ റയർ കേസിൽ മാത്രമേ അവരങ്ങനെ പിരിയുള്ളൂ. അല്ലെങ്കിലൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കുക ചെയ്യും. മിക്ക മദ്യപാനികൾ വരെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അടിപിടിയൊക്കെ ആണെങ്കിലും. അവർ ഡിവോഴ്സിന് തയ്യാറാവില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം. അപ്പം ഇനി ഡിവോഴ്സ് കഴിഞ്ഞു, നമുക്ക് ഓരോരുത്തരെടുക്കാം. ആദ്യം ഞാൻ കുടുംബങ്ങളെയാണ് എടുക്കുന്നത്. ഈ കുടുംബങ്ങൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ജീവിച്ച കാലത്തൊക്കെ നല്ല ബന്ധമായിരിക്കും. പിന്നെ ഈ ഡിവോഴ്സും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ അകന്നു പോയിട്ടുണ്ടാവും പലതും. ഒന്നെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം, 1 മാസം കൊണ്ടൊക്കെ ഡിവോഴ്സ് നടക്കണം. അങ്ങനെയൊന്നും അല്ലാതെ മിക്കവാറും ഡിവോഴ്സ് നടക്കുക വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങളോളം. ഒന്നെങ്കിൽ കേസ് കയറി കഴിഞ്ഞാൽ, കോടതി കയറി കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളമാണ്. 1, 2, 3, 4, 5 വർഷങ്ങളോളം അതിൻ്റെ ഉപപ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥയായിരിക്കും. ചിലപ്പോൾ ഉള്ള കഥയെ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്തിട്ട് പണ്ട് പറയുന്നില്ലേ, രാജാവ് ഒരു കറുത്ത അരി മണി വിഴുങ്ങിയ കഥ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് ആനനെ വിഴുങ്ങിയെന്നായി. അപ്പോൾ അതുപോലെ പർവ്വതീകരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുവിധം ഈ പറഞ്ഞ 2 കൂട്ടരുടെ വിവാദത്തൊക്കെ ആ 1-2 കൊല്ലത്തെ വിവാദത്തൊക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും. അത്രമേൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി
വലിയ പിന്നെ എന്താ പറയുക, നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ് രണ്ടു കൂട്ടർക്കും. ലാഭമൊന്നും പ്രത്യേകിച്ച് ആർക്കും ഇല്ല, രണ്ടുപേർക്കും നഷ്ടം തന്നെ. അങ്ങനെ ഈ ഡിവോഴ്സ് നടന്ന ശേഷം ഇരു കുടുംബങ്ങളുടെ മനസ്സുകൾ അകന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത് ഇനി ഓരോ വ്യക്തികളെടുക്കുക. നമ്മൾ ആദ്യം പെണ്ണിനെടുക്കുക. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ലേഡീസിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ എടുക്കുക. പെണ്ണിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, പെണ്ണിൻ്റെ വീട്ടുകാർ, പ്രത്യേകിച്ച് പെണ്ണിൻ്റെ ഉപ്പക്ക് വലിയ സങ്കടമുള്ള ഒരു വിഷയമായിരിക്കും. നോർമലി ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് വല്ലാത്തൊരു മാനസിക പ്രയാസമായിരിക്കും ഉപ്പക്ക്. പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഈ വേൾഡിൽ ഒരുപക്ഷെ ആണിനേക്കാൾ അന്ന് രാത്രി ആ ഒരു ആവേശത്തിൽ ചാടിക്കയറി അങ്ങ് ഡിവോഴ്സ് ചെയ്തു എങ്കിലും അന്ന് ആ പെണ്ണിനൊരു വിഷമം ആ രാത്രി വരും. ഇനി ആ രാത്രി ഒരു കണ്ണുനീർ തുള്ളി ആ കണ്ണിൽ നിന്ന് പെണ്ണിൻ്റെയോ ആണിൻ്റെയോ കണ്ണിൽ വന്നിട്ടില്ലെങ്കിൽ ന്യായമായിട്ടും ആ ആളായിരിക്കും ഈ ഡിവോഴ്സിന് മുൻകൈ എടുത്തിട്ടുണ്ടാവുക. ഈ ഡിവോഴ്സിന് മുൻകൈ എടുത്ത വ്യക്തി അയാളായിരിക്കും. എന്ന് വെച്ചാൽ ഇത് വിഷമമായിട്ടില്ല. ഓക്കെ, അപ്പോൾ എ പേഴ്സൺ ആണ് എപ്പോഴും ഈ ഡിവോഴ്സിന് മുൻകൈ എടുക്കുക. ഒന്നുകിൽ ആണ് അല്ലെ പെണ്ണ്, അല്ലെ ആണിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാൾ അയാളുടെ നിർബന്ധത്തിലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണിൻ്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവോഴ്സ് നടക്കുക. അങ്ങനെ അവസാനം ആ ഒരു മാസം അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മക്കളുമാണ് വീട്ടിൽ. ചെലവിന് ആണിൻ്റെ അടുത്തുനിന്ന് കിട്ടണം. ഓരോ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും, ആണിൻ്റെ പേപ്പറിലുണ്ടാവും, പെണ്ണിൻ്റെ പേപ്പറിലും എഗ്രിമെൻ്റ് കോപ്പി ഉണ്ടാവും. അതിലൊരു 3000-ഓ 2000-ഓ ചിലപ്പോൾ 1000, ഇപ്പോൾ കോടതിയുടെ ഒരു 1500-ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു കണക്കിന്. ഇങ്ങനെ കുടുംബം മാറും. ഒരു കുട്ടിയാണ് 1500, 2000 റേഞ്ചാണ്. അത് ചിലപ്പോൾ 2500 കൊടുക്കുന്നവരുണ്ടാവും. എഗ്രിമെൻ്റ് പോലെയാണ്, പറ്റുന്ന രീതിയിൽ കൊടുക്കും. എന്തായാലും മക്കളാണല്ലോ എന്ന രീതിയിൽ. മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പെണ്ണിനും ഒരു ഏകാന്തതയായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള ജീവിതം. ഇനി ആദ്യത്തെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് 2-3 മാസങ്ങളൊക്കെ ആകുമ്പോൾ ഈ ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവിന് കൊടുക്കുന്ന വ്യക്തിയായി മാറുകയും മക്കളുടെ കസ്റ്റോഡിയൻ ഉമ്മയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് നമ്മൾ പറയും, എഗ്രിമെൻറ്റിലൊക്കെ പറയും, ആഴ്ചയിൽ കാണാൻ വരാം, എല്ലാ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആണിൻ്റെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകാം, പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആണിൻ്റെ വീട്ടിലെ പരിപാടികളിൽ കൊണ്ടുപോകാം എന്നൊക്കെ എഴുതി വെക്കുന്നല്ലാതെ ആണിന് ഈ വീട് അന്യമായി കഴിഞ്ഞു. ഇന്നലെ വരെ രാജാവിനെ പോലെ സ്വീകരിച്ച ആ വീട് അന്യമാകുക എന്ന് പറഞ്ഞാൽ ഈ കേസൊക്കെ നടക്കുന്ന സന്ദർഭത്തിലും പല സന്ദർഭത്തിലും ഈ ആണ് ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. ചില സമയത്ത് ആണിനെ ഓടിക്കന്നെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കല്ലെറിഞ്ഞ് ഓടിക്കുക, അല്ലെ ഭീഷണിപ്പെടുത്തുക, കത്തി കാണിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട് ഡോർ ഇല്ലേ, പണ്ടൊക്കെ ഈ ഡോറ് മലക്കെ തുറന്ന് ആണ് വരികയെന്ന്, അല്ലെങ്കിൽ പുതിയാപ്പിള വരികയാണ് എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആ ഒരു കാലഘട്ടം അത് ഓർക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. എന്ന് വെച്ചാൽ അന്ന് വാതിൽ മലക്കെ തുറന്ന് കാത്തിരുന്ന ഒരു കാലഘട്ടമാണ്. പുതിയാപ്പിള വരുന്ന പറയുമ്പോൾ അതൊക്കെ തുറന്നിട്ട് അല്ലേ ഒക്കെ വൃത്തിയാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വളരെ ആദരപൂർവ്വം രാജാവിനെ പോലെ സ്വീകരിച്ച അതേ ആണ് ഇന്ന് എവിടെ നിൽക്കുന്നത്, മുറ്റത്ത് നിർത്തി ഡോറടയ്ക്കേണ്ടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഡിവോഴ്സോടുകൂടെ. എന്ന് വെച്ചാൽ പിന്നെ ആ വീട്ടിലേക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ ആണ് റോഡിൽ നിന്നിട്ടായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും ആയിരിക്കും കുട്ടികളെ എത്തിച്ചു കൊടുക്കുക. അവിടുന്ന് കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഉണ്ടാവുക. മാസങ്ങൾ 1, 2, 3 കഴിയുമ്പോൾ ആണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചയും വരൽ നടക്കൂല, അങ്ങനെ വരാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആണിന് ഈ വീട് അന്യമായി എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തോടെ ആ വീട്ടിൽ ആരും ഈ ആണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല, ഒരു പുഞ്ചിരി പോലും അവിടുന്ന് പ്രതീക്ഷിക്കാനുമില്ല. പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ കൺഫ്യൂഷനിലേക്ക് പോവാണ്, മാനസികമായിട്ട് വലിയ പ്രയാസത്തിലേക്ക്. കാരണം നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഉമ്മി ഉപ്പ ഇല്ലെങ്കിൽ, ഇപ്പം ഗൾഫിലുള്ള ഉപ്പ ഗൾഫിലാണെങ്കിൽ തന്നെ ആ ഒരു മാനസിക വളർച്ചയിൽ വലിയ പ്രയാസങ്ങൾ, ഒരു മെൻ്റൽ ഹെൽത്തിൽ വലിയ പ്രയാസങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും.
എന്നാൽ ആ ഉപ്പ പിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അത് ഈ മക്കളെ മാനസികമായിട്ട് തളർത്തിക്കളയും. അവർ പിന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അവർ മാനസികമായിട്ട് ഒരു കാര്യം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ പിടിക്കപ്പെടുന്ന ക്രിമിനൽ കേസിലെ കുട്ടികൾ, നിങ്ങൾ ഏതായാലും പോലീസ് ഓഫീസർ, കുറച്ച് ഒരു 10-30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനോട് ചോദിച്ചാൽ മതി. ബ്രോക്കൺ ഫാമിലീസ്, ഇതുപോലെയുള്ള ഡിവോഴ്സ് കേസിൽ വരുന്ന ഫാമിലീസ്, ഇതിലുള്ള മക്കളാണ് നല്ലൊരു ശതമാനവും ക്രിമിനൽ മൈൻഡിലേക്കും. അതായത് അവർക്ക് വെറുപ്പാണ് സമൂഹത്തോടും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ വെറുപ്പ്, ഒരു ഒരു മാനസികമായിട്ട് അവർ വളരെ തകർന്നു പോകും. അവർ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് യത്തീം കുട്ടികളെ, അനാഥത്വം പേറുന്ന മക്കളെ സംരക്ഷിക്കാൻ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മക്കൾക്ക് സംഭവിക്കുന്നത് ഇതാണ്, അവർ നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ചിലപ്പോൾ ഉണ്ടാവും, ആരൊക്കെ മാമന്മാരും ഇവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യത്തെ ഒരു സീനിലേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഒരു 6 മാസം നോക്കിയിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം, ഇതൊക്കെ അവർ വല്ലാതെ കെയർ ചെയ്തോളും. പിന്നെ അവർക്കും മടുത്തു തുടങ്ങും. കാരണം സ്വന്തം മക്കളെ നോക്കുന്ന പോലെ എത്ര രക്തബന്ധമുള്ളവരും കൂടപ്പിറപ്പാണെങ്കിലും അത് മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങും. അത് ആദ്യം മനസ്സിലാവുമായിരിക്കും, അറിയോ, ഈ കുട്ടികളുടെ ഉമ്മക്കാണ്. അതായത് ഈ ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ പെണ്ണ് ഒരിക്കൽ ചിന്തിക്കും, എൻ്റെ മക്കൾക്കൊരു ആ വാപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെൻ്റെങ്കിലും ലൈഫിൽ വരും എന്നുള്ളതാണ്. അതെപ്പോഴെങ്കിലും ആവാം, ഈ ഒരു 2-3 വർഷം, അത് ചിലപ്പോൾ ആദ്യത്തെ 6 മാസം തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മാതാപിതാക്കളെ കാണും, കുട്ടികളുടെ മനസ്സിൽ അത് നിരന്തരം ഒരു ചോദ്യമാവും എന്നുള്ളതാണ്. അടുത്ത മാസം കുട്ടികൾ അല്പം പ്രായമുള്ളതാണെങ്കിലും 2-ലോ 3-ലോ ഒക്കെ എത്തി അത്യാവശ്യം ഒരു പക്വത, ഒരു 10 വയസ്സിൻ്റെ മേലെത്തിയാൽ പിന്നെ നോക്കണ്ട, അവർ മുഴുവൻ സമയം ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരു സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് നടക്കുകയാണ്, എല്ലാ ഉപ്പ ഉമ്മ ഒന്നിച്ചിങ്ങനെ വരുന്ന ഇറങ്ങണ കുട്ടീനെ പിടിച്ച് ചേർത്ത്. ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പിന്നെ ജനൽ പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണുനീരോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കുട്ടി നോക്കുന്നത് വേറൊരു ഉമ്മയും ഉപ്പയും ഇറങ്ങണു, വേറൊരു ക്ലാസ്സിലെ കുട്ടി ഓടിച്ചെന്ന് ഉപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ആ സീന് കണ്ട് ഈ കുട്ടിയുടെ കണ്ണുനീര് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കുട്ടി യത്തീമാണ്. യത്തീം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആണ്, സെപ്പറേറ്റഡ് ആണ് അവർ. ഉപ്പ കണ്ട ഓർമ്മ പോലും ഈ കുട്ടിക്കില്ല. അപ്പോൾ അത് വലിയൊരു മാനസിക പ്രശ്നം, ആഘാതം, സൈക്കിക് പ്രോബ്ലം കുട്ടികളിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും അത് ഉറപ്പാണ്. അത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, നിങ്ങൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി തകർന്നാലും നിങ്ങൾ മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അടിമയായി ജീവിച്ച് നിങ്ങൾക്ക് എന്താണോ അവിടെ ഇഷ്യൂ ഉള്ളത് അതൊക്കെ നിങ്ങൾ സഹിച്ച് നിങ്ങളെ കൊന്നു വിചാരിച്ചു, എന്നാലും നിങ്ങൾ ഈ ഒരു ഡിവോഴ്സിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങളെ മക്കൾ പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളെ മക്കൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ടിയവൻ ഭർത്താവ് ആ മക്കളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെ ആണെങ്കിൽ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കിടക്കട്ടെ, കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബാപ്പയെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത്. ഇനി എന്ന് വെച്ചാൽ ഇതിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏൽക്കുന്നത് മക്കൾക്കാണ്. ഈ മക്കളില്ലാത്ത ഒരു 2 പേരാണ് ഡിവോഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോ ഹെഡ്, നിങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞോളൂ, ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡിവോഴ്സ് എന്നുള്ളത് ഒരാൾ സുപ്രഭാതത്തിൽ എടുക്കുന്ന തീരുമാനമല്ലല്ലോ. അത്രയും പ്രയാസം ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ ഡിവോഴ്സിൽ പോണത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പറയാം. അപ്പോൾ മക്കളുടെ കാര്യമാണ് പറയുന്നത്. മക്കൾ ഇനി ഓരോ സ്റ്റേജിലും വളർന്നു വരുന്ന സ്റ്റേജിലൊക്കെ മക്കൾ എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി. പിന്നെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ആണല്ലോ മക്കളുള്ളത്. സ്വാഭാവികമായിട്ടും മക്കൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഉപ്പ എന്തേ പോയത്, ഉമ്മ എന്തിനാ അപ്പനെ ഡിവോഴ്സ് ചെയ്ത്, ഉപ്പ എന്തിനാ ഉമ്മനെ ഡിവോഴ്സ് ചെയ്ത്. ഇതിങ്ങനെ പല രീതിയിലൊരു ചോദ്യമായിട്ട് പല രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണെന്ത് ചെയ്യും, കാരണങ്ങൾ നിരത്താൻ തുടങ്ങും. അവരുടെ പക്വത കൂടുന്നതനുസരിച്ച്, അവർ വലുതാവുന്നതനുസരിച്ച് പുതിയ പുതിയ കാരണങ്ങൾ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാരണങ്ങളൊക്കെ പെണ്ണ് പറയാൻ തുടങ്ങും. മാത്രമല്ല പെണ്ണുങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏതൊരാണും ഏതൊരു പെണ്ണും
ഡിവോഴ്സ് കഴിയണമെന്നൊന്നുമില്ല. ഡിവോഴ്സിന് തെറ്റിപ്പിരിഞ്ഞേക്കുന്ന സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതലേ ഉള്ള കാര്യം പറയാം. ഇന്നലെ വരെ എൻ്റെ ഭാര്യയാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യ എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഈ സെപ്പറേഷനിലോടുകൂടെ ഒരു മനസ്സകന്നോടുകൂടെ പിന്നെ ഈ വേൾഡിൽ ഏറ്റവും വൃത്തികെട്ടവൻ വൃത്തികെട്ടവൾ എൻ്റെ ഭാര്യയായിരിക്കുമെന്ന് ഭാര്യയും, ഭാര്യ പറയും ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജന്മം എൻ്റെ ഭർത്താവാണ് എന്നും ആ രീതിയിലേ സംസാരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഡിവോഴ്സ് കഴിഞ്ഞ ശേഷവും പെണ്ണ് മിക്കവാറും 99% പെണ്ണുങ്ങളും ഭർത്താവിനെ പറ്റി വളരെ മോശമായിട്ട് മക്കളോട് പറയും. അതിലെന്താ സംഭവിക്കുക? മക്കൾക്കൊരു തരം ആൻറ്റി മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. ആൻറ്റി മൈൻഡ് അത് ഒരു പക്ഷേ മക്കളോട് ഡയറക്റ്റ് പറയുന്നതായിരിക്കില്ല, വേറെ അയൽവാസികളോടൊക്കെ പറയുന്നത് മക്കൾ ഇങ്ങനെ കേൾക്കും. മക്കൾ അവിടെ നിന്ന് കളിക്കുകയായിരിക്കും, പക്ഷേ അവരുടെ ചെവി ഉണ്ടോ ബാപ്പ എന്ന് പറയുമ്പോൾ അപ്പനെ പറ്റിയാണല്ലോ പറയുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ കാത് കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കും. അവരുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാവും. ഇതാണ് ആ ഫസ്റ്റ് ടൈമിൽ, ഫസ്റ്റ് ആദ്യ വർഷങ്ങളിലൊക്കെ സംഭവിക്കും. ഭർത്താവ് ചെലവിന് തരും. നല്ല ഭർത്താവ് ചെലവിന് തരാത്ത ഇഷ്യൂസും കുറേ ഉണ്ട്. ചിലർ തന്നേക്കാം, തന്നില്ലെന്ന് വരാം. പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വലിയ ടാസ്ക്കാണ് ഇനിയുള്ളത്. ഒന്നുകിൽ വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ സ്വന്തം സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് എനിക്കൊരു ജോലി നേടി ഞാൻ സ്വന്തമായിട്ട് രണ്ട് കാലിൽ നിന്ന് എൻ്റെ മക്കളെ നോക്കണം. അതായിരിക്കും ആദ്യം ആദ്യം വിചാരിക്കാം. ഇപ്പോൾ ആണിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവാഹം പെട്ടെന്ന് ആലോചിക്കാൻ പറ്റും, പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പിന്നെ അങ്ങനെ വല്ല അഫെയറിലൊക്കെ പെട്ട പെണ്ണുങ്ങളാണെങ്കിൽ ഓക്കെ, അവർ ആ കാര്യത്തിലേക്ക് മൂവ് ചെയ്യും. അതല്ലാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേഗം ഈ പാലത്തിൻ്റെ അക്കരെ കിടക്കണം, അതുകൊണ്ട് എനിക്ക് വേഗം ഒരു വിവാഹം കഴിക്കണം എന്ന് ചിന്തിക്കും. അങ്ങനെ അതിനുവേണ്ടി ആദ്യം സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ നോക്കും, ഒരു ജോലി ഒക്കെ നേടാൻ നോക്കും. അതൊക്കെയാണ് പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുക. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. ഇനിയും പ്രശ്നത്തിലാകുമോ? സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ എന്ന് പറഞ്ഞ പോലെയൊക്കെ ഒരു മാനസികാവസ്ഥ. ആണുങ്ങളെല്ലാം ക്രൂരന്മാരാണോ, എന്നെ ഇനി ആണുങ്ങൾ ചതിക്കുമോ, അങ്ങനെ കുറേ നമുക്ക് ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്നുള്ള വേറെ എപ്പിസോഡുണ്ട്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമായതുകൊണ്ട് ഇത് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡിവോഴ്സിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഒന്നുകിൽ പെണ്ണെന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകും. മക്കളോടുകൂടെ വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരു ശതമാനവും അതിൻ്റെ ഇരയാക്കപ്പെടുന്നത് വീണ്ടും മക്കൾ തന്നെയാണ്. കാരണം ഒരാണിനെന്നല്ല ഒരു മനുഷ്യന് നോർമലി സ്വന്തം മക്കളെ പരിഗണിക്കുന്ന പോലെ വേറെ ആളുടെ മക്കളെ പരിഗണിക്കാൻ കഴിയില്ല. അത് ചില അപൂർവ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത്രയും വിശാല മനസ്കനായിട്ടുള്ള മനുഷ്യന്മാരാണെങ്കിൽ സ്വത്ത് വരെ കൊടുക്കണമല്ലോ ഇത്. അപ്പോൾ ഉദാഹരണമായിട്ട് 2 കുട്ടികൾ ആദ്യ വിവാഹത്തിൽ ഡിവോഴ്സിലുണ്ടെന്ന് വിചാരിക്കുക. ഈ 2 കുട്ടികളായിട്ട് വേറൊരു കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയി അവിടെ എന്നിട്ട് അവിടുത്തെ കുടുംബക്കാരൊക്കെ വന്ന് ഇത് ഏതാ കുട്ടികൾ, അയൽവാസികൾ ഇത് ഏതാ കുട്ടികൾ, എവിടെ പോകുമ്പോൾ ഇത് ഏതാ കുട്ടികൾ, നിങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ കുട്ടിയായോ, ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ തന്നെ ശരിയായൊരു പഠനം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവും, ഈ 2 കുട്ടികളായിട്ട് വേറൊരു ഫാമിലിയിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരിക ആ ബന്ധത്തിൽ 1-2 കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. വ്യക്തമായ വിവേചനം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ നമ്മൾ അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വന്തം മക്കൾക്കും കൊടുക്കണം, ആദ്യത്തെ ഭർത്താവിൻ്റെ മക്കൾക്കും കൊടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഈ വിഷയം ഉണ്ടാവില്ല. ഏതുപോലെയെന്നറിയോ, ഈ ഡിവോഴ്സ് കഴിഞ്ഞ പാടെ തന്നെ വലിയ കെയറിങ് ആയിരിക്കും ഈ പെണ്ണിൻ്റെ വീട്ടിൽ. പെണ്ണിൻ്റെ വാപ്പയും വല്യപ്പയും വല്യമ്മയും പിന്നെ അതുപോലെ തന്നെ ആങ്ങളമാരും അയൽവാസികളും നാട്ടുകാരൊക്കെ ഈ പെണ്ണിന് ഭയങ്കര ഡിവോഴ്സ് ആയതല്ലേ പാവം മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും തിരിഞ്ഞു നോക്കൂല, അങ്ങനെ തന്നെ പറയാം. പിന്നെ കെയറിങ് ഒക്കെ അവിടെ നിൽക്കും. പിന്നെ മെല്ലെ 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 പലരും പറയും ഇനിയിപ്പോൾ വേറെ നോക്കല്ലേ എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചാലഞ്ചാണ്. മക്കളെയുമായിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി ഇനിയിപ്പോൾ ഏതെങ്കിലും ഭർത്താവ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഭാര്യനെ വിളിച്ച് പറയും നീ വേണേൽ വേറെ കല്യാണം കഴിച്ചോ, മക്കളെ എനിക്ക് തന്നേക്കുക എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ ഇതേ പ്രശ്നം ഉണ്ടാവാൻ പോവാണ്. ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണത്തിൽ കയറി വരുന്ന പെണ്ണിന് എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്ന്.
ആരെ ആദ്യ വിവാഹത്തിൽ ഏതോ ഒരു പെണ്ണിൻ്റെ ഏതോ മക്കളെ ഞാൻ പോറ്റേ എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ വിശ്വാസപരമായിട്ട് അത്രയും നല്ല ഈമാനുള്ള മിനിങ്ങളും മിനാത്തകളുമായിട്ടുള്ള ആളുകൾ ഇങ്ങനൊന്നും തിങ്ക് ചെയ്യുക പോലും ഇല്ല കേട്ടോ. ഓക്കെ. പക്ഷേ ഇതൊക്കെ സ്വാഭാവികമാണ്, മാനുഷികമാണ്. കാരണം സ്വത്ത് ഇവിടെ ഒരു വലിയ വിഷയമാണ്. ഒരു ബാപ്പൻ്റെ സ്വത്ത് മക്കൾക്ക് പോകണമല്ലോ, അവിടെയാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ ഇത് ആണിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവിടെ ഉണ്ട്. ഇനി മറ്റൊരു വിവാഹത്തിലെ ജീവിതത്തിലേക്ക് ആണ് പോകുമ്പോഴോ, അപ്പോഴും ആണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നമല്ല. മക്കൾ എന്നുള്ളത് വലിയ ടാസ്ക് അല്ല. കാരണം ആദ്യ വിവാഹത്തിന് മക്കൾ അത് ഭാര്യൻ്റെ കൂടെ, അത് ആദ്യ ഭാര്യയുടെ കൂടെ, ബസ് അതോടുകൂടി അവിടെ ചാപ്റ്റർ ക്ലോസ്ഡ്. മാസത്തിൽ ചെലവിന് അയച്ചു കൊടുത്താൽ മതി. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പെണ്ണിന് ആ ഉത്തരവാദിത്തങ്ങൾ, ആ കുട്ടികളൊരു പറ ചിറക് വെക്കുന്നവരെ അഥവാ ഒരു 10-20 വയസ്സാവുന്നവരെയൊക്കെ കെയർ ചെയ്യേണ്ട ഒരു ബാധ്യത പെണ്ണിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ആണിന് ബാധ്യത ഇല്ല എന്നല്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഡിവോഴ്സ് അല്ലെങ്കിൽ ത്വലാഖ് എന്നുള്ളത് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അനിവാര്യ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് ഒരു വിശദമായ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഒരു അനിവാര്യത വരും. അത്രയും നിക്കക്കള്ളിയില്ലാത്ത ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു ഭർത്താവ് ഡ്രഗ് അഡിക്റ്റാണ്. ഡ്രഗ് പറഞ്ഞാൽ കള്ളോ കഞ്ചാവോ അതിൻ്റെ അപ്പുറത്തുള്ള MDMA അല്ലെങ്കിൽ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ജീവിതം കുത്തഴിഞ്ഞ, കുടുംബം നോക്കാതെ കുത്തഴിഞ്ഞ ജീവിതം. എന്നും ഈ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയുടെ മേത്തുനിന്ന് ചോര പൊടിയാത്ത ദിവസങ്ങളില്ല ചുരുക്കി പറഞ്ഞാൽ. ഈ രീതിയിലൊക്കെ അവസ്ഥ എത്തിയ ക്രിട്ടിക്കൽ സ്റ്റേജായ പിന്നെ ഒന്നും നോക്കാനില്ല, ഡിവോഴ്സ് ആവശ്യമാണ്. ഡിവോഴ്സ് ആവശ്യമാണ്. അല്ലാതെ ഈ ഒന്ന് നമ്മളിപ്പം പരീക്ഷണങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ ഈ ഭർത്താവിനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി നോക്കി, പലരും ഉപദേശിച്ച് നോക്കി, പലതും ചെയ്ത് നോക്കി. അങ്ങനെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. പിന്നെ ഡിവോഴ്സ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ അതാണ്. തിരിച്ചും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൽ, വൈവിട്ട ബന്ധങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നന്നാക്കാൻ അതിനും തലാഖിനും ചില നിബന്ധനകളുണ്ടല്ലോ. ആ നിബന്ധനകളൊക്കെ പാലിച്ച് ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം, തലാഖിലേക്ക് പോകേണ്ടുള്ള സ്റ്റേജസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേജുകൾ കടന്നിട്ടാണ് ഈ ഡിവോഴ്സിലെത്തുക. എന്നാൽ സങ്കടം എന്ത് എന്നാൽ ഖേദകരമായൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ 2025-ലും 2000-ന് ശേഷമോ അല്ലെ ഈ ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന മിക്ക ഡിവോഴ്സിൻ്റെയും പ്രധാന കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഞാഞ്ഞൂല് കാരണങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഡിവോഴ്സിന് കാര്യപ്രസക്തമായ കാരണങ്ങളൊന്നുമില്ല. ചില ആരോപണ പ്രത്യാരോപണങ്ങൾ, കൃത്യമായ തെളിവുകൾ പോലും ഇല്ലാത്ത ചില ആരോപണങ്ങളുടെ പേരിലും പ്ലസ് ദുരഭിമാനത്തിൻ്റെ പേരിലും ഭർത്താവിൻ്റെ കൂട്ടരായ ബാപ്പക്കും ഉമ്മക്കും അല്ലെങ്കിൽ ഭാര്യയുടെ കൂട്ട ബാപ്പക്കും ഉമ്മക്കും ആങ്ങളമാർക്കും നേരിട്ട ചില ദുരഭിമാന സംസാരങ്ങളുടെ പേരിൽ മാത്രം നടക്കുന്ന, അതിനിരയാക്കപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരും അതിലെ മക്കളും ചില വർത്തമാനങ്ങളുടെ പേരിലാണ് ഇതൊക്കെ ആയിപ്പോകുന്നത്. ഇനി വേറൊരു വിഷയം പറയുകയാണെങ്കിൽ കമ്മിറ്റിക്കാരുടെ ചില പക്വതയില്ലാത്ത ഇടപെടലുകൾ കാരണവും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ചില വ്യക്തികളാണ് ഇതൊക്കെ ഇത്രയും വലിയ കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരമാക്കി മാറ്റുന്നത്. ഇത്തരം ആളുകളാണ്. മാത്രമല്ല ഇബ്ലീസ് അതിൽ കൃത്യമായ പങ്ക് വഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഡിവോഴ്സിന് ശേഷം ഈ രണ്ടു പേരുടെയും ജീവിതങ്ങൾ വളരെ സങ്കടത്തിലായിരിക്കുന്നതാണ്. ഇനി അതൊന്നുമല്ല, ആണ് വേറെ കല്യാണം കഴിച്ച് നല്ല നല്ല വെൽത്തുള്ള, ഹെൽത്തുള്ള, സൗന്ദര്യമുള്ള വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് നല്ല വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ പോലും അയാളുടെ മനസ്സിൽ മരിക്കുന്നത് വരെ ഒരു തീരാ സങ്കടമായി എന്നും ഓർമ്മകളെ വേട്ടയാടുന്ന ഒരു സിനിമയിലെ സീന് കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് വാർത്തയിൽ ഒരു പെണ്ണിൻ്റെ കഥ കേൾക്കുമ്പോൾ, ഒരു ഡിവോഴ്സ് കേസ് ആരെങ്കിലും പറയുമ്പോൾ, എവിടെയെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് തൻ്റെ മുൻകഴിഞ്ഞു പോയ ആളുടെ ഡിവോഴ്സായി പോയിട്ടുള്ള ആ ഒരു സംഭവം ഇങ്ങനെ എന്നും മനസ്സിനെ വേട്ടയാടുന്ന ഒരു തീരാ കഥനമായി, വേദനയായ ആണിൻ്റെ മനസ്സിലും പെണ്ണിൻ്റെ മനസ്സിലും അത് ഉണ്ടാകുമെന്നതാണ് സത്യം. അതുകൊണ്ട്
ഈ ഡിവോഴ്സിന് ശേഷമുള്ള ജീവിതം നല്ല സുഖമായിരിക്കുമെന്ന് കരുതി ആരും ചാടിക്കയറി ഡിവോഴ്സിലേക്ക് പോകരുതേ എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്. ഡിവോഴ്സ് എന്നത് ചിലവരൊക്കെ വിചാരിക്കും ഈ നരക ജീവിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങളൊരു വർഷമെങ്കിലും ക്ഷമിച്ചാൽ, ഒരു 2 കൊല്ലം സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, പിന്നെ അങ്ങോട്ടുള്ള 28 വർഷമോ 35 വർഷമോ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. പക്വതയില്ലായ്മയിലെടുക്കുന്ന ചില എടുത്തുചാട്ടത്തിൻ്റെ ഫലമായി എടുക്കുന്ന തീരുമാനങ്ങൾ, ചില വൈകാരിക നിമിഷങ്ങളിൽ ചില സംസാരത്തിൻ്റെ പേരിലൊക്കെ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞ ഒരു 10 മിനിറ്റ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഈ ഡിവോഴ്സ് ആരാ ചെയ്യണമെന്നറിയോ? ആരാ ഈ ഡിവോഴ്സ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഭാര്യയല്ലേ ഭർത്താവ്. ഈ 2 കൂട്ടരിൽ ഒരാളാണ്. ആ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് ആ ഭർത്താവിൻ്റെ കൂട്ടുകാരും ഭാര്യയുടെ കൂട്ടുകാരും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും, അല്ലെങ്കിൽ അയൽവാസികളോ സുഹൃത്തുക്കളോ ആരും ആവാം. തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന ഫാക്റ്റ്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല മെസ്സേജുകളും ആവാം, ചില റീൽസും ആവാം, അതൊക്കെ ആവാം. പക്ഷേ ഇത് തീരുമാനം എടുക്കുന്ന ആരാ? ഈ 2 പേരാണ്. ഇനി ഇത് ഒന്നാകണം തീരുമാനിക്കേണ്ടത് ആരാ? ഈ 2 പേർ തന്നെയാണ്. ഇവർ തീരുമാനിച്ചാൽ മതി. ഇവരാണല്ലോ പ്രശ്നം. ഇപ്പോൾ അമേരിക്കയും പിന്നെ പാകിസ്ഥാനും അല്ലല്ലോ നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ ഡിവോഴ്സ് വേണോ വേണ്ടേ തീരുമാനിക്കേണ്ടത്. ഈ 2 ജീവിതങ്ങളല്ലേ. ഈ 2 ജീവിതങ്ങളുടെ പൊരുത്തക്കേടുകളാണ് ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സിന് ശേഷമുള്ളൊരു ജീവിതം സുഖകരമായിരിക്കില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാനാണ്. അത് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും അടുത്ത് പോയാൽ അവർ ചിലപ്പം പറയും, ഓ നന്നായി അന്ന് ഡിവോഴ്സ് ചെയ്ത്. വെറുതെ പറയാം. അവിടെ ജീവിതമൊക്കെ വെറുതെ പറയാം. അവർ നിത്യജീവിതത്തിൽ, അതായത് നമ്മൾ ഒരു ഹദീസ്, അത് ദുർബലമാണെങ്കിലും, ഹദീസിൻ്റെ റിവായത്ത് വളരെ ദുർബലമാണെങ്കിലും അർശ് കുലുങ്ങും എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യമായി അതിനെ സമർത്ഥിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അത്രയും വെറുപ്പുള്ള, അള്ളാഹുവിന് വെറുപ്പ് നല്ല ഡിവോഴ്സ് നടക്കണം. അതിനിപ്പം വെറുപ്പൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് അള്ളാഹ് തന്നെയാണല്ലോ തൊലാഖ്, പിന്നെ തൊലാഖിനെ പറ്റി ഖുറാനിൽ നിക്കാഹിനേക്കാളും കൂടുതൽ പറഞ്ഞത് അള്ളാഹ് തന്നെയാണല്ലോ. അപ്പോൾ നടക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെയാണല്ലോ തൊലാഖ്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ, സഹോദരിമാരോട് പ്രത്യേകിച്ച് കുറച്ചൊന്ന് നിങ്ങൾ ക്ഷമിച്ചാൽ, കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയാൽ, ഒരാൾ ഫയറാകുമ്പോൾ ഒരാൾ വെള്ളമാവുക, ഒരാൾ തീയാകുമ്പോൾ ഒരാൾ വെള്ളമാവുക. 2 കൂട്ടരും ഫയറായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തന്നെ. നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ 2 കൈ ചേരുമ്പോഴാണല്ലോ ക്ലാപ്പ് ശബ്ദം ഉണ്ടാവുക, കൈ കൊട്ടുന്ന ശബ്ദം ഉണ്ടാവുക. ഒരു കൈ കൊണ്ട് ശബ്ദം കൊട്ടൂലല്ലോ. ഒരാൾ എപ്പോഴും താന്ന് കൊടുത്തേ പറ്റൂ. അത് ഭാര്യയുടെ വൈകാരിക നിമിഷങ്ങളിൽ ഭർത്താവും താഴണം. ഭർത്താവിനായിരിക്കും മിക്കവാറും ഇത്തരം ചൂടാവുന്ന സ്വഭാവവും ദേഷ്യപ്പെടുന്ന സ്വഭാവവും ഒക്കെ ഉണ്ടാവുക. പക്ഷേ അതിലൊക്കെ തണുപ്പായിട്ട് മാറാൻ ഭാര്യയ്ക്ക് പറ്റുക എന്നുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയത്തിലേക്ക് വരാം, നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഡിവോഴ്സിന് ശേഷമുള്ള അങ്ങോട്ടുള്ള പിന്നെ കല്യാണം, ഈ കഷ്ടമാണ്. ഈ ഡിവോഴ്സൊക്കെ ചെയ്താൽ പെൺകുട്ടികളൊക്കെ ഉണ്ടായാൽ അവിടെ കല്യാണത്തിന് ബാപ്പയുടെ കൈ പിടിക്കാൻ ബാപ്പനെ വിളിക്കാത്ത അവസ്ഥ വരെ ഉണ്ട്. മകളുടെ കല്യാണത്തിന് ബാപ്പ വരണ്ട. ഇവർ വേറൊരു കാര്യമുണ്ട്, ഈ ഡിവോഴ്സിന് ശേഷം ഈ ബന്ധങ്ങളൊക്കെ എന്തായാലും അകലും. പക്ഷെ അതൊരു വിദ്വേഷവും വൈര്യവും വെച്ച് പുലർത്തുന്ന അവസ്ഥയിൽ പിന്നെ ഉണ്ടാവരുത്. എന്തായാലും അതൊക്കെ സംഭവിച്ചാൽ അല്ലാഹ് ബസ് ബാക്കി അല്ലാഹ് കൊടുത്തോളും പരലോകത്തുനിന്ന് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഇത് വല്ലാത്തൊരു എന്താ പറയുക, വൈര്യവും മനസ്സിൽ പകയുമായിട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ കല്യാണത്തിന് പോലും വിളിക്കാതിരിക്കുക, സ്വന്തം മകൻ്റെ കല്യാണത്തിന് ബാപ്പക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അഫ്ളൽ എന്നതാണ് എല്ലാവർക്കും അറിയുന്നത്. ജീവിതം കണ്ട ലോകം കണ്ട മനുഷ്യന്മാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവോഴ്സിന് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് പിന്മാറുക എന്നുള്ളതാണ്. അപ്പോൾ പിന്മാറിയാൽ ഇനിയും പ്രശ്നമാവില്ലേ? പ്രശ്നം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ വിചാരിക്കുന്ന സുഖമൊന്നും ഡിവോഴ്സിന് ശേഷം കിട്ടാൻ പോകുന്നില്ല. അള്ളാഹ് ബർക്കത്ത് ചെയ്യുക കുടുംബജീവിതത്തിൽ.
അതായത് ഇതിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയല്ല ഇത് ശരിക്കും പറയേണ്ടത്. ഡിവോഴ്സിന് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിലപാട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ വിഷയം പോലെയല്ല. ഇന്ന് ഞാഞ്ഞൂല് വിഷയങ്ങളുടെ പേരിലാണ്, ചില തെറ്റിദ്ധാരണകളുടെയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെയും ഒക്കെ പേരിലാണ് ഈ ഇത്രയും വേദനാജനകമായ ഡിവോഴ്സ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, നമ്മളിതിൻ്റെ ഭാഗമായി മാറരുത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇൻഷാ അല്ലാ. ഡിവോഴ്സിൻ്റെ ഉത്തരവാദി ആരാണ്, ആ ഒരു ടോപ്പിക്ക് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ചെയ്യാം. നമ്മൾ പരമാവധി ഡിവോഴ്സ് ചെയ്യാതിരിക്കുക. എത്ര നമുക്ക് കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റുക അത്രയും നമ്മൾ സഹിക്കുക. കാരണം നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കൾ ഓർത്തിട്ട്, മക്കളില്ലെങ്കിൽ ഓക്കെ, അത്രയും സഹിച്ച് നിങ്ങൾ പിടിച്ച് നിൽക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികൾ തേടാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. മക്കളാണ് അള്ളാഹു പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത്ത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ ഒരു പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവാണ് കാര്യങ്ങൾ മാറ്റിമറിച്ച് തരുന്നവർ. ഇൻഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.